സീറോ മലബാർ സഭയിൽ പ്രതിസന്ധി കനക്കുകയാണ്. കുർബാന അർപ്പണ രീതിയിലെ തർക്കത്തിൽ വത്തിക്കാനും വിമതരും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് സീറോ മലബാർ സഭ ഏതാണ്ട് പിളർപ്പിന്റെ വക്കിലെത്തിയത്. അതിരൂപതയിലെ പ്രശ്നപരിഹാരത്തിനായി എത്തിയ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഈ മാസം 20-ന് വത്തിക്കാനിലേക്ക് മടങ്ങും. വാസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രഖ്യാപനങ്ങൾ മാർപ്പാപ്പ വീഡിയോ സന്ദേശമായി നൽകുമെന്നാണ് സൂചന. എന്നാൽ ജനാഭിമുഖ കുർബാന ഉപേക്ഷിക്കില്ലെന്നും ഏതെങ്കിലും വൈദികർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടായാൽ കൂട്ട അവധിയെടുത്ത് പള്ളി പൂട്ടി പ്രതിഷേധിക്കുമെന്നുമാണ് വൈദിക സമിതിയുടെ തീരുമാനം. വത്തിക്കാനും ഇതേ നിലപാടിലാണ്. ഡിസംബർ 25-ന് ശേഷവും ജനാഭിമുഖ കുർബാന തുടർന്നാൽ പള്ളി പൂട്ടി താക്കോൽ വാങ്ങാനാണ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂറിന് ലഭിച്ച നിർദ്ദേശം. ഇതിനിടെ കർദിനാൾ ജോർജ് ആലഞ്ചേരി രാജിവെച്ച ഒഴിവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ ജനുവരി 1 സിനഡ് ചേരും. എന്നാൽ പുതിയ സഭാതലവന്റെ സ്ഥാനാരോഹണത്തിന് പ്രോ കത്തീഡ്രൽ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണ് സഭയിലുള്ളത്. അച്ചടക്ക നടപടികളുടെ ഭാഗമായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ തരം താഴ്ത്തി മേജർ പദവിയിൽ നിന്ന് അതിരൂപത മാത്രമാക്കി മാറ്റും. ഇതോടെ സഭാതലവനായി കൊടുങ്ങല്ലൂർ എന്ന പുതിയ മേജർ അതിരൂപത നിലവിൽ വരും. കൊടുങ്ങല്ലൂർ മേജർ അതിരൂപതയും പാത്രിയർക്കീസ് പദവിയും നേടിയ ശേഷം പുതിയ കത്തീഡ്രൽ സഭാസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നിർമ്മിക്കും. അതുവരെ CMI സഭയുടെ നിയന്ത്രണത്തിലുള്ള കൊടുങ്ങല്ലൂർ അഴീക്കോട്ടെ മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥാടന കേന്ദ്രത്തെ പ്രോ കത്തീഡ്രലായി ഉയർത്തും. ഇതിനൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയ ആർച്ച് ബിഷപ്പ് വരുമെന്ന് ഉറപ്പായി. നിലവിലെ വികാരി ജനറൽ മോൺസിഞ്ഞോർ വർഗീസ് പൊട്ടക്കനാകും ആർച്ച് ബിഷപ്പ് എന്നാണ് സൂചന.